വെൽക്കം ബാക്ക് ടു ഇത് ഞങ്ങളുടെ ഫാമിലി. അപ്പം ഇത് കഴിഞ്ഞ ദിവസത്തെ വീഡിയോ ആണ്. ഞാൻ ഇന്ന് രാവിലെ കുറേ പണിയുണ്ടായിരുന്നു. കുറേ ചുരിദാറൊക്കെ സ്റ്റാർച്ച് ഇടാനുണ്ടായിരുന്നു. പിന്നെ വീടിനകെല്ലാം ഒന്ന് തൂത്തു തുടച്ചു. പിന്നെ കുറേ പണിയുണ്ടായിരുന്നു. അപ്പോൾ ആരൻ സ്കൂളും കഴിഞ്ഞ് ട്യൂഷനും കഴിഞ്ഞ് വന്നേച്ച് പിന്നെ വൈകിട്ട് ചോറ് കഴിക്കത്തുള്ളൂ. അതുകൊണ്ട് ഞാൻ ഉച്ചക്കത്തേക്ക് ചോറ് വെക്കാൻ നിന്നില്ല. അപ്പോൾ ഇപ്പോൾ എല്ലാം ചെയ്തു വന്നപ്പോഴത്തേക്കിന് 2:30 അപ്പോൾ ഞാൻ ഓർത്ത് എന്നാൽ പെട്ടെന്ന് പുട്ടുണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ ഏത്തക്ക കൂടെ ഇട്ട് പുട്ടുണ്ടാക്കണം. അപ്പോൾ എനിക്ക് ഏത്തക്കായും പുട്ടും കൂടെ കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. പുട്ടും പഴുത്തിനേക്കാളിലും എനിക്കിഷ്ടം അതാണ്. അപ്പോൾ ഞാൻ ഏത്തക്ക നല്ല ചെറുതായിട്ട് വട്ടത്തിൽ അരിഞ്ഞിട്ട് ഇതുപോലെ ചിരട്ടപ്പുട്ടിൻ്റെ ഈ സംഭവത്തിനകത്താണ്. അപ്പോൾ ആദ്യം ഞാൻ കുറച്ച് തേങ്ങ ഇട്ടു, പിന്നെ പുട്ട് പൊടി നനച്ചതിട്ടു. എന്നിട്ട് അതിൻ്റെ മുകളിലേക്ക് ഏത്തക്ക കട്ട് ചെയ്തത് അതും വെച്ചിട്ട് പിന്നെ വീണ്ടും ഞാൻ പൊടി ഇട്ടിട്ട് അതിൻ്റെ മുകളിലേക്ക് വീണ്ടും ഞാൻ ഏത്തക്ക വെക്കുന്നുണ്ട്. അപ്പം നമുക്ക് ഇത് വെന്ത് കഴിയുമ്പോൾ ശരിക്കും പറഞ്ഞാൽ വെറുതെ കുഴച്ചങ്ങ് കഴിച്ചാൽ മതി. അല്ല ഇത് സെപ്പറേറ്റ് ഏത്തക്ക പിന്നെ വേവിച്ചു പുട്ട് വേറെ ഉണ്ടാക്കി. അപ്പോൾ അതൊരു ശരിക്കും പറഞ്ഞാൽ ഒരു ബുദ്ധിമുട്ടാണ്. അപ്പം ഞാൻ ഈ പുട്ടൊക്കെ ഉണ്ടാക്കുമ്പോഴത്തേക്കിന് ശരിക്കും എനിക്കും എനിക്കറിയാം കറക്റ്റ് പൊടിയെടുക്കാനായിട്ട് അറിയാം. അപ്പോൾ ആ കറക്റ്റ് ഞങ്ങൾക്ക് 2 പേർക്ക് ആവശ്യത്തിനുള്ള പൊടിയാണ് ഞാൻ എടുക്കും. വെറുതെ എക്സ്ട്രാ ഒരെണ്ണം ഉണ്ടാക്കി എപ്പോഴും ഇവിടെ മിച്ചമാണ്. അപ്പം ഞാനിത് 2 ഉണ്ടാക്കുന്നുണ്ട്. കാരണം എനിക്ക് വൈകിട്ടും ഇത് മതി. അപ്പോൾ ആരെണ്ണം പുട്ടും പഴവും മതി. എനിക്ക് ഈ പുട്ടും ഏത്തക്കയും കൂടി ഇഷ്ടം. അപ്പോൾ ഞാനിത് 2 ആരെണ്ണം സാധാരണ ഒരു പുട്ടും ഉണ്ടാക്കി അവന് പഴം കൂട്ടി വൈകുന്നേരം സ്കൂളിൽ നിന്ന് വന്നു കഴിഞ്ഞ് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെ പുട്ടും ഏത്തക്കയും റെഡി ആയിട്ടുണ്ട്. പിന്നെ ഞങ്ങൾക്ക് വൈകിട്ട് ഇതുപോലെ ഒരു നമ്മുടെ VIയുടെ ഒരു മോളുടെ അതൊന്നും മിസ്സായി പോയിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് റെഡിയാക്കാൻ പോകണമായിരുന്നു. അവിടെ ഇരുന്നപ്പോൾ ആരൻ എന്നോട് പറഞ്ഞു, മമ്മ നമുക്ക് സിനിമയ്ക്ക് പോയെങ്കിലോ എന്ന് പറഞ്ഞു. വെള്ളിയാഴ്ചയായിരുന്നു. സിനിമയ്ക്ക് പോയാലോ എന്ന് പറഞ്ഞു. സൂക്ഷ്മദർശിനി കാണാൻ പോകാമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു എന്നാൽ സീറ്റ് കിട്ടുമോ എന്ന് നോക്ക്, സീറ്റ് അവൈലബിൾ ആണെങ്കിൽ ബുക്ക് ചെയ്ത് നമുക്ക് പോകാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാനും ആരനോടെ കാണാൻ പോയി. സത്യത്തിൽ ഈ സിനിമ തിയേറ്ററിൽ കയറി കഴിഞ്ഞാൽ ഞാൻ ആരനോട് ചോദിക്കുന്ന ആരനെ ഈ സിനിമയുടെ പേരെന്താന്ന്. എനിക്ക് ഏത് സിനിമയാണ് കാണാൻ പോയെന്ന് പോലും എനിക്കറിയത്തില്ല. അപ്പോൾ തിയേറ്ററിൽ ചെന്നപ്പോൾ ഞാൻ ചോദിച്ചു ആരനെ ഏത് സിനിമയാണെന്ന് ചോദിച്ചപ്പോൾ സൂക്ഷ്മദർശിനിയാണെന്ന് പറഞ്ഞപ്പോഴാണ് ഇതാണോ എന്ന് ഓർത്തത്. അപ്പോൾ സത്യത്തിൽ ഞാൻ ഓർത്തത് ഈ സിനിമ കുറച്ച് കോമഡിയൊക്കെയാണ് എന്നുള്ളതായിരുന്നു എൻ്റെ വിചാരം. പക്ഷേങ്കിൽ കുറച്ച് കണ്ടങ്ങോട്ട് തുടങ്ങി കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായി ഒരു ത്രില്ലറാന്ന് മനസ്സിലായത്. അപ്പോൾ ലാസ്റ്റ് വരെ നമ്മളിതിൻ്റെ അകത്തെ മെയിൻ വില്ലൻ ആരാന്ന് നമ്മളിങ്ങനെ നോക്കി ഇരിക്കേണ്ടി വന്നു. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നല്ല പടമായിരുന്നു. നമുക്ക് കാണാൻ നല്ല രസമുള്ള പടമാണ്. അങ്ങനെ പിന്നെ തിരിച്ച് വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് ചപ്പാത്തി ഇരിപ്പുണ്ട്, ചിക്കൻ കറി ഇരിപ്പുണ്ട്. അപ്പോൾ ഒരു സലാഡും കൂടെ ഉണ്ടെങ്കിൽ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് കുക്കുംബറും പിന്നെ സവാളയും പച്ചമുളകും അരിഞ്ഞിട്ട് തൈരും കൂടെ മിക്സ് ചെയ്ത് അങ്ങനെ അതും റെഡിയാക്കി സലാഡും റെഡിയാക്കി വൈകിട്ടത്തേക്ക് കഴിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഞാൻ കുറച്ച് ബ്രെഡ് കട്ട്ലറ്റ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ബ്രെഡ് മേടിച്ചാലും ഈ പറഞ്ഞ പോലെ എപ്പോഴും മിച്ചം വരുന്ന ഒരു സംഭവമാണ്. ആരും കഴിക്കത്തില്ല. എപ്പോഴെങ്കിലും ഒന്ന് ബ്രെഡ് ഓംലെറ്റ് കൊടുത്താൽ വളരെ ബുദ്ധിമുട്ടിയാവും കഴിക്കൽ. അപ്പോൾ ഞാൻ ബ്രെഡിൻ്റെ 4 സൈഡിലത്തെ ഇതെല്ലാം കട്ട് ചെയ്ത് കളഞ്ഞിട്ട് അത് മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഇട്ടിട്ട് അതൊന്ന് പൊടിച്ചെടുക്കുന്നുണ്ട്. എന്നിട്ട് ചെറിയ 4 പൊട്ടറ്റോ ഞാൻ തൊലി കളഞ്ഞ് വേവിച്ച് അതും വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്കാദ്യം പൊടിച്ചെടുക്കാം. ഇനി ഞാനൊരു സവാള പിന്നെ ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്, ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞിട്ടുണ്ട്, പച്ചമുളകുണ്ട്. അപ്പം നമുക്ക് മല്ലിയിലയോ കറിവേപ്പിലയോ എന്ത് വേണമെങ്കിലും നമുക്ക് ചേർക്കാൻ കേട്ടോ. അപ്പോൾ എൻ്റെ കയ്യിലിരുന്ന മല്ലിയില എൻ്റെ കയ്യിലില്ലായിരുന്നു, കറിവേപ്പില കുറച്ച് വാടിയതായിരുന്നു. അതുകൊണ്ട് അത് രണ്ടും ഞാൻ ഇട്ടിട്ടില്ല കേട്ടോ. എന്നിട്ട് ഞാനിതുപോലെ നല്ലപോലെ പൊട്ടറ്റോ നല്ലപോലെ ഉടച്ചെടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർക്കണം കേട്ടോ. ഞാൻ പൊട്ടറ്റോ വേവിച്ചപ്പോൾ ഉപ്പിടാതെയാണ് വേവിച്ചത്. അതുകൊണ്ട് ഞാൻ പൊട്ടറ്റോയിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർക്കുന്നുണ്ട്. എന്നിട്ട് പിന്നെ നമുക്കിതെല്ലാം കൂടെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ അതിലേക്ക് ഞാൻ പിന്നെ ആദ്യം ഇഞ്ചി ഇടുവാണ്, പിന്നെ പച്ചമുളകും ഇട്ടു. എന്നിട്ട് ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിരിക്കുന്ന സവാളയും കൂടെ ഞാൻ അതിലേക്ക് ഇടുകയാണ്. അങ്ങനെ അതെല്ലാം കൂടെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യുവാണ്. എന്നിട്ട് പൊടിച്ച് വെച്ചിരിക്കുന്ന ബ്രെഡും കൂടെ അതിലേക്ക് ഇടുകയാണേ. അപ്പോൾ എല്ലാം കൂടെ നല്ലപോലെ നമുക്കൊന്ന് മിക്സ് ചെയ്യാം. കൈ കൊണ്ട് തന്നെ നമുക്ക് മിക്സ് ചെയ്തെടുത്തേച്ചാൽ മതി. നമുക്കിത് വേണമെങ്കിൽ കുറച്ച് ഒന്ന് എണ്ണ ഒഴിച്ച് വഴറ്റിയിട്ടാണെങ്കിലും ബ്രെഡ് പൊടിച്ചതിടുന്നതിന് മുമ്പ് നമുക്ക് ഇച്ചിരി എണ്ണ ഒഴിച്ച് വഴറ്റിയും എടുക്കാം കേട്ടോ. പിന്നെ അതിലേക്ക് ഞാൻ ഗരം മസാലപ്പൊടി ഇടുന്നുണ്ട്, കുരുമുളക് പൊടി ഇടുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത്രയും കൂടെ ഞാനിട്ട് ഇതെല്ലാം കൂടെ നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ നമുക്ക് പൊട്ടറ്റോയും ഉള്ളിയും വെളുത്തുള്ളി ഇതെല്ലാം കൂടെ വെറുതെ ഒന്ന് എണ്ണയ്ക്കകത്താണെങ്കിലും മിക്സ് ചെയ്തിട്ടാണെങ്കിലും ഇതുപോലെ നമുക്ക് എല്ലാം കൂടെ കുഴച്ചെടുക്കാം. അപ്പോൾ ഞാനിത് ഇപ്പം അത് മിക്സ് ചെയ്യാതെയാണ് എടുത്തത്.
എന്നിട്ട് നമുക്കിത് സ്പൂണിനകത്ത് കട്ട്ലറ്റിന് നമ്മൾ ഷേപ്പ് ആക്കുന്ന പോലെ നമുക്ക് എടുക്കാം. റൗണ്ട് ഷേപ്പ് വേണം അങ്ങനെ എടുക്കാം, അല്ലെങ്കിൽ ഇതേപോലെ. ഞാൻ കട്ട്ലറ്റിന് എപ്പോഴും ഇതുപോലെ സ്പൂണിനകത്താണ് ഞാൻ ഷേപ്പ് ചെയ്തെടുക്കുന്നത്. അപ്പം അത് ബ്രെഡും പൊട്ടറ്റോയും കൂടെ ആയിട്ട് ചെറിയൊരു ഒട്ടൽ പോലെ ഉണ്ട്. അപ്പം നമുക്ക് ഒന്നുകിൽ കുറച്ച് വെള്ളം ഒന്ന് കയ്യിൽ മുക്കിയിട്ട് അല്ലെങ്കിൽ കുറച്ച് ഓയിൽ മുക്കിയിട്ട് നമുക്കിതുപോലെ ഷേപ്പ് ചെയ്തെടുക്കാം. അപ്പോൾ സ്പൂണിനകത്ത് നമ്മുടെ കയ്യിലും കുറച്ചൊന്ന് ഓയിൽ ഒന്ന് തേച്ചാൽ മതി. അപ്പം നമുക്ക് ഇതേപോലെ നമുക്ക് ഷേപ്പ് ചെയ്തെടുക്കാം. ഇതുപോലെ അങ്ങ് ഒട്ടി ഒട്ടി പോകും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് കുറച്ച് ഓയിൽ കയ്യിലും സ്പൂണിലും തേച്ചെടുക്കാം. അപ്പോൾ ബ്രെഡൊക്കെ മിച്ചം വരുമ്പോഴത്തേക്കും നമ്മൾ വെറുതെ ഇങ്ങനെ ബ്രെഡ് ഓംലെറ്റും അങ്ങനെയൊക്കെ കഴിച്ച് നമ്മൾ തീർക്കുന്നതിനല്ല, ഇങ്ങനെ എന്തെങ്കിലും ആകുമ്പോഴത്തേക്കിന് ഒരു ഈവനിങ് സ്നാക്ക് ആവുകയും ചെയ്യും. നമുക്ക് പിന്നെ പിള്ളേർക്കൊക്കെ സ്കൂളിൽ നിന്ന് വരുമ്പോൾ ഒക്കെ ഇഷ്ടപ്പെടും അവർക്ക്. ഞാനിവിടെ ആറിന് ഇഷ്ടമുള്ളൊരു സാധനമാണ് കട്ട്ലറ്റ്. അപ്പോൾ എപ്പോഴും അങ്ങനെ കട്ട്ലറ്റ് ഉണ്ടാക്കത്തില്ലല്ലോ, അതുകൊണ്ട് പിന്നെ ഞാൻ ഓർത്ത് എന്നാൽ ബ്രെഡും കൊണ്ട് ഞാൻ ആദ്യമായിട്ട് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ ബ്രെഡ് കട്ട്ലറ്റ്. ഞാൻ ഇതുവരെ ഉണ്ടാക്കിയിട്ടേ ഇല്ല. അപ്പം പിന്നെ ഇന്ന് ഇതെല്ലാം മിച്ചം വന്നപ്പോഴത്തേക്കിനും ഞാൻ ഓർത്ത് എന്നാൽ ഉണ്ടാക്കിയേക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ എല്ലാം സെറ്റ് ചെയ്തെടുത്തതാണ്. അപ്പം ഇതെല്ലാം ഞാനിത് സ്പൂണിനകത്താക്കി കട്ട്ലറ്റിൻ്റെ ഷേപ്പിലാക്കിയിട്ടുണ്ട്. പിന്നെ വേണ്ടത് നമുക്ക് ബ്രെഡ് ക്രംസും പിന്നെ മുട്ടയുടെ വെള്ളയാണ്. അപ്പോൾ സാധാരണ കട്ട്ലറ്റിനും ചെയ്യുന്ന പോലെ തന്നെ മുട്ടയുടെ വെള്ളയിൽ മുക്കിയിട്ട് ബ്രെഡ് ക്രംസിലും മുക്കി ഞാനെല്ലാം ഒരേപോലെ എല്ലാം അതുപോലെ ആക്കി വെക്കുകയാണ്. എന്നിട്ട് പിന്നെ നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങിയാൽ മതിയല്ലോ. അപ്പം ഞാൻ ചീനച്ചട്ടിക്കകത്താണ് ഉണ്ടാക്കുന്നത്. അതിലേക്ക് ആവശ്യത്തിനുള്ള ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ ഓയിൽ നല്ലപോലെ ചൂടായി കഴിയുമ്പോൾ നമുക്ക് അതിലേക്ക് ഇട്ടാൽ മതി. അപ്പം അങ്ങനെ അതിലേക്കിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പം ഞാൻ ആദ്യം ബ്രെഡ് കട്ട്ലറ്റ് എന്ന് പറഞ്ഞപ്പോഴത്തേക്കിന് ആരണോ എനിക്ക് വേണ്ട എന്ന് പറഞ്ഞു. പക്ഷേങ്കിൽ ഞാൻ ഉണ്ടാക്കി കഴിഞ്ഞപ്പോഴത്തേക്കിനും ആരൻ നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ടല്ലോ അമ്മ എന്ന് പറഞ്ഞപ്പോൾ ഉണ്ടാക്കി കഴിഞ്ഞപ്പോഴത്തേക്കിനും അവൻ പറഞ്ഞു അയ്യോ എനിക്ക് ഇഷ്ടപ്പെട്ടു. കട്ട്ലറ്റ് കണ്ടപ്പോഴത്തേക്കിനും ആരൻ പറഞ്ഞു അയ്യോ എനിക്കിഷ്ടപ്പെട്ടു. ശരിക്കും മറ്റേ കട്ട്ലറ്റ് പോലെ തന്നെ നമ്മൾ ബീഫും കൊണ്ടൊക്കെ കട്ട്ലറ്റ് ഉണ്ടാക്കുന്ന പോലെ തന്നെ ഇരുന്നു, നല്ല ടേസ്റ്റുമായിരുന്നു. അപ്പോൾ ഉണ്ടാക്കിയത് കണ്ടപ്പോഴത്തേക്കിന് ആരൻ എന്നോട് പറഞ്ഞു അമ്മ എന്നാലും എനിക്ക് കെച്ചപ്പും കൂട്ടി തന്നേക്കാൻ പറഞ്ഞു. അങ്ങനെ അവൻ കഴിച്ചു. അപ്പോൾ എന്തെങ്കിലുമൊക്കെ ഫുഡ് ഉണ്ടാക്കുമ്പോഴത്തേക്കിനും അവൻ കഴിക്കുമ്പോൾ എനിക്കൊരു ഭയങ്കര സന്തോഷം. അല്ലാതെ നമ്മൾ വെറുതെ ഇങ്ങനെ ഉണ്ടാക്കിയിട്ട് അവൻ കഴിക്കാതാകുമ്പോഴത്തേക്കിനും എനിക്കങ്ങ് ഭയങ്കര ഒരു മടുപ്പാണ്. അപ്പോൾ എന്താണെങ്കിലും എല്ലാവരും ഈ പൊട്ടറ്റോ കട്ട്ലറ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. പിന്നെ ഞാനിതുപോലെ നമ്മുടെ ക്രിസ്മസിൻ്റെ ഡെക്കോഴ്സും എല്ലാം നമ്മുടെ വീട്ടിലേക്ക് വേണ്ട എല്ലാ ഡെക്കോർ ഐറ്റംസും കിട്ടുന്ന നമ്മുടെ കോട്ടയത്ത് നിന്ന് നമ്മൾ ചിങ്ങവനത്തിനൊക്കെ പോകുന്ന റൂട്ടിൽ കരിമ്പൻകാലയുടെ മുമ്പിലായിട്ട് വുഡ്സ്ബർഗ് എന്ന് പറഞ്ഞൊരു ഷോപ്പുണ്ട്. അപ്പോൾ അവിടെ ഞങ്ങൾ കഴിഞ്ഞ ദിവസം എൻ്റെ ഫ്രണ്ടും ഞങ്ങളെല്ലാവരും കൂടെ പോയതാണ്. അപ്പോൾ അവിടെ ചെന്നപ്പോഴത്തേക്കിനും കണ്ടപ്പം ഞാനെല്ലാം നല്ല സ്പീഡിലാണ് എടുത്തേക്കുന്നത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പതുക്കെ ഓരോന്ന് കാണിച്ച് എടുക്കാൻ നിന്നാൽ ഇപ്പോഴെങ്ങും തീരത്തില്ല. എൻ്റെ വീഡിയോയും ഭയങ്കര ലെങ്തി ആയിപ്പോവും. അപ്പം ഞാൻ ഇച്ചിരി എടുത്തേച്ച് കുറച്ച് സ്പീഡിലാക്കി എല്ലാം ഇട്ടേക്കുന്നത്. അപ്പം അത്യാവശ്യം എല്ലാവർക്കും കണ്ടാൽ മനസ്സിലാവും. അപ്പം എന്തെങ്കിലുമൊക്കെ വേണ്ടവരുണ്ടെങ്കിൽ അവിടെ പോയി വാങ്ങാം. നല്ല പോട്ടുകളും എല്ലാം നല്ല രസമുള്ളതായിരുന്നു കേട്ടോ. നമുക്ക് ചെടി ഇങ്ങനെ മണി പ്ലാന്റും അങ്ങനെയൊക്കെ വെക്കാനുള്ള എല്ലാം ഉണ്ട്. ഒത്തിരി ഡെക്കോ സാധനങ്ങളുണ്ടായിരുന്നു. അപ്പം പിന്നെ അങ്ങനെ ഞാൻ അവിടെ ചെന്നപ്പോഴത്തേക്കിന് എനിക്കൊന്ന് വീഡിയോ എടുത്തേക്കാമെന്ന് വെച്ചിട്ട് ഞാൻ എടുത്തതാണ്. പക്ഷേങ്കിൽ ഒത്തിരി സമയം ഒത്തിരി ലെങ്തിയാണ് എൻ്റെ വീഡിയോ ഞാൻ എടുത്തത് മുഴുവൻ. അത് പക്ഷേ ഞാൻ ഇച്ചിരി സ്പീഡിലാക്കിയാണ് ഇട്ടേക്കുന്നത്. അപ്പോൾ പ്രത്യേകിച്ച് എനിക്ക് ഇതിനെക്കുറിച്ച് ഒന്നും പറയാനൊന്നുമില്ല. അപ്പം വീഡിയോ കാണുക. പിന്നെ ക്രിസ്മസിൻ്റെ ഡെക്കോസ് ഒത്തിരി ഉണ്ട് കേട്ടോ, അതിൻ്റെയും വീഡിയോസ് ഞാനിതിൻ്റെ അകത്ത് ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതും എല്ലാവരും കാണുക, ആവശ്യമുള്ളവരൊക്കെ പോയി വാങ്ങുക. നല്ല രസമുണ്ടായിരുന്നു എല്ലാം കാണാൻ. ക്രിസ്മസ് ഡെക്കോസ് എല്ലാം നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാനായിട്ട്. അപ്പം വേണ്ട ഞാൻ വീഡിയോ അത്യാവശ്യം എന്നെക്കൊണ്ട് പറ്റുന്ന പോലൊക്കെ എടുത്ത് ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ട്.
ഇത് കണ്ട് നമുക്ക് ടേബിളിലൊക്കെ വെക്കാൻ പറ്റുന്ന നല്ല വെള്ളം വെക്കാൻ പറ്റിയ നല്ല ചെറിയ ബോട്ടിലുകളാണ്. രസമുണ്ട് ഒരു മീനിൻ്റെ ഷേപ്പിലൊക്കെ അത്. ഇതെല്ലാം നമ്മുടെ ക്രിസ്മസ് ഡെക്കോസാണ് കേട്ടോ. അതിൻ്റെ ചെറിയ പ്ലേറ്റുകൾ പോലെയൊക്കെ നല്ല രസമായിരുന്നു കാണാനായിട്ട്. ഒത്തിരി ഐറ്റംസ് ഉണ്ടായിരുന്നു. അങ്ങനെ കണ്ടതെല്ലാം ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ട്. സെറാമിക്കിൻ്റെ സ്റ്റാർ പോലത്തെ ഒരെണ്ണം ഞാൻ വാങ്ങിയിട്ട് ഇതെനിക്ക് ഇഷ്ടപ്പെട്ടു. ലൈറ്റ് കത്തുന്നത്. ഇതാ നല്ല ക്രിസ്മസ് ട്രീ ഒക്കെ ഉണ്ട്. പിന്നെ ഇതാ ചെറിയ ക്രിബുണ്ട്. വേണ്ട സാധനങ്ങളൊക്കെ കിട്ടും അവിടെ പോയാൽ. ഇതാ ഇങ്ങനത്തെ ക്യൂട്ടായിട്ടുള്ള ചെറിയ ചെറിയ സാധനങ്ങൾ നല്ല രസമായിരുന്നു കാണാനായിട്ട്. കുറച്ച് വിലയുണ്ട്, എന്നാലും നല്ല ഭംഗിയാണ് കാണാനായിട്ട്. എല്ലാ സാധനങ്ങളും ഉണ്ട്. ക്രിസ്മസിന് വേണ്ട എന്തൊക്കെ വേണം അതെല്ലാം അവിടെ ഉണ്ട് കേട്ടോ.
ശരിക്കും പറഞ്ഞാൽ നമ്മളൊരു അവിടെ ചെല്ലുമ്പോഴത്തേക്കിന് നമുക്ക് ഏതെടുക്കണം എന്തെടുക്കണം എന്നറിയാൻ മേലാത്തൊരു കൺഫ്യൂഷനായിപ്പോൾ. കാരണം അതുപോലെയാണ് ഓരോ സാധനങ്ങൾ ഇരിക്കുന്നത്. എല്ലാം എടുത്താലും നമുക്ക് തോന്നിപ്പോവും. അതുപോലെ നല്ല രസമുള്ള സാധനങ്ങളെല്ലാം ഇരിക്കുന്നത്. എല്ലാം നല്ല ക്യൂട്ടാണ്. ചെറിയ ചെറിയ ഓരോ ഡെക്കോറുകളാണ്. പിന്നെ നമ്മുടെ ക്രിസ്മസ് ട്രീ ഡെക്കറേറ്റ് ചെയ്യാനുള്ള ചെറിയ സ്റ്റാറുകൾ, അതിലിടാനുള്ള ചെറിയ ചെറിയ സ്റ്റാറുകളും എല്ലാം ഒത്തിരി ഉണ്ട്. അങ്ങനെ അത്യാവശ്യം കുറച്ച് സാധനങ്ങളൊക്കെ ഞങ്ങൾ വുഡ്സ്ബർഗിൽ നിന്ന് മേടിച്ചു. അഞ്ച് മണിയൊക്കെ ആയപ്പോഴത്തേക്കിന് ഞങ്ങൾ പോയി വന്നപ്പോൾ ഞാൻ നോക്കുമ്പോഴത്തേക്കിന് കുറേ പഴുത്ത ഏത്തക്ക ഇരിപ്പുണ്ട്. അത് ഈ പറഞ്ഞ പോലെ നാളത്തേക്ക് ഭയങ്കരമായിട്ട് പഴുത്ത് പോകും. പിന്നെ വെറുതെ എടുത്ത് കളയേണ്ടി വരും. ഒത്തിരി പഴുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പുട്ടിനും അങ്ങനെ ഒന്നിനും കഴിക്കാനും പറ്റത്തില്ല. പിന്നെ പഴംപൊരി ഉണ്ടാക്കാനേ പറ്റത്തുള്ളൂ. അപ്പം ഞാനോർത്ത് എന്നാൽ എടുത്ത് ഉണ്ടാക്കിയേക്കാമെന്ന് വെച്ചാൽ ആറിനോട് ചോദിച്ചപ്പോൾ പറഞ്ഞു എനിക്ക് വേണ്ട, ഇപ്പം വേണ്ട എന്ന് പറഞ്ഞു. എന്നാലും വേണ്ടതല്ല എന്ന് വെച്ചിട്ട് ഞാൻ ഏത്തക്കയില എടുത്ത് പഴംപൊരി ഉണ്ടാക്കി. എനിക്കിങ്ങനെ ഭക്ഷണ സാധനങ്ങൾ മേടിച്ച് വെറുതെ കളയുന്നത് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. പ്രത്യേകിച്ചും ബ്രെഡൊക്കെ ആണെങ്കിൽ 2-3 പീസ് ബാലൻസ് വന്നു കഴിയുമ്പോൾ എനിക്ക് വിഷമയ്യോ ഇതെങ്ങനെ കളയുമെന്ന് ഞാൻ ഓർക്കും. അപ്പോൾ എന്നാ സാധനമാണെങ്കിലും ആറിനോട് ചോദിച്ചിട്ട് ഉണ്ടാക്കാൻ നിന്നാൽ എനിക്ക് വേണ്ടാന്നേ പറയത്തുള്ളൂ. അപ്പോൾ പിന്നെ ഞാൻ ആദ്യം ചോദിച്ചപ്പോൾ എനിക്കിപ്പോൾ വേണ്ടാന്ന് പറഞ്ഞു. എന്നാലും വേണ്ടുകയില്ല, കളയണ്ടെന്ന് വെച്ചാൽ എങ്ങനെ ഏത്തക്കയൊക്കെ നമ്മൾ കളയുന്ന ഇത്രയും വില കൊടുത്ത് മേടിച്ചിട്ട്. അപ്പോൾ ഞാൻ ഓർത്തു പഴംപൊരി ഉണ്ടാക്കിയേക്കാമെന്ന് വിചാരിച്ചു. കാരണം ബീഫ് കറി ഇരിപ്പുണ്ട്. അപ്പം പഴംപൊരിയും ബീഫ് കറിയും കൂടെ നല്ലതാണല്ലോ. അപ്പം ഒരു 7 മണിയൊക്കെ ആയിട്ടുണ്ട് ഇപ്പം. പിന്നെ ഇനിയിപ്പോൾ ഏതായാലും ആരെണ്ണൊന്നും കഴിക്കത്തില്ല വൈകിട്ട്. എന്നാൽ പിന്നെ അത് ഇതാകുമ്പോഴത്തേക്കിനും വൈകിട്ടത്തെ ഫുഡും കൂടെ അങ്ങ് ആവും. അപ്പം പിന്നെ ഇനിയും വൈകിട്ടത്തേക്ക് ഞങ്ങൾക്ക് പ്രത്യേകിച്ചൊന്നും വേണ്ട. അപ്പം നമ്മുടെ ഈ ചെറിയ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ കമൻറ്റുകൾ അറിയിക്കുക. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ടേക്ക് കെയർ ആൻഡ് ബൈ ബൈ.